എല്ലാവർക്കും മല്ലു ഫുട്ബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ആവേശകരമായ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പോരാട്ടങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിച്ച സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ആവേശകരമായ ആ ത്രില്ലർ മത്സരത്തിനു ശേഷം അർജന്റീനയോട് പൊരുതി വീണെങ്കിലും ലോകത്തിന്റെ മുഴുവൻ ഹൃദയം കീഴടക്കിയ കേപ്പ് വെർഡെയുടെ സ്വന്തം കാവൽ ഭടൻ ജോസിമർ ജോസ് ഇവോറ ഡയസ് എന്ന 40-കാരനായ വോസിൻഹ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി ലോകമാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ ഗാലറിയിൽ ഉയർന്ന കയ്യടികളും ആരവങ്ങളും ഒരുപക്ഷെ വിജയികൾക്ക് ലഭിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ഉച്ചത്തിലായിരുന്നു എന്ന് പറയേണ്ടിവരും. 2026 ഈ ഫിഫ ലോകകപ്പിൽ സ്പെയിനിനെതിരെയും ഇപ്പോൾ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കെതിരെയും അമാനുഷികമായ കുതിപ്പുകളിലൂടെയും അത്ഭുതകരമായ സേവുകളിലൂടെയും ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ഈ ഇതിഹാസ ഗോൾ കീപ്പറുടെ കണ്ണുകളിൽ തോൽവിയുടെ കടുത്ത വേദനയുണ്ടായിരുന്നെങ്കിലും തന്റെ ടീം മൈതാനത്ത് കാഴ്ചവെച്ച വീരോചികമായ പോരാട്ടത്തിലുള്ള അതിരറ്റ അഭിമാനം ആ മുഖത്ത് തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. 120 മിനിറ്റുകൾ നീണ്ടുനിന്ന ആ അഗ്നിപരീക്ഷയെക്കുറിച്ചും ഇരു ടീമുകളുടെയും പ്രകടനത്തെക്കുറിച്ചും അങ്ങേയറ്റം വികാരാധീനനായിക്കൊണ്ട് വോസിൻഹ സംസാരിക്കാൻ തുടങ്ങി. അർജന്റീനയെപ്പോലൊരു അതികായന്മാർക്കെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നുവെന്നും കേവലം ഒരു മത്സരം കളിച്ചു മടങ്ങുക എന്നതിനപ്പുറം ഞങ്ങളുടെ ജീവൻ നൽകി പൊരുതാനാണ് ഞങ്ങൾ മൈതാനത്തിറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. ലോക ചാമ്പ്യന്മാർക്കെതിരെ 2 തവണ പിന്നിട്ട് നിന്നിട്ടും അവിശ്വസനീയമായൊരു തിരിച്ചുവരവിലൂടെ സ്കോർ നില സമനിലയിലാക്കാൻ സാധിച്ചത് കേപ്പ് വെർഡെയുടെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച നിമിഷങ്ങളിലൊന്നാണെന്നും ഒടുവിൽ സംഭവിച്ച ആ നിർഭാഗ്യകരമായ സെൽഫ് ഗോൾ ഞങ്ങളുടെ ഹൃദയം തകർത്തെങ്കിലും തന്റെ സഹതാരങ്ങൾ പുറത്തെടുത്ത ആ പോരാട്ടവീര്യത്തിൽ തനിക്ക് അതിയായ അഭിമാനമുണ്ടെന്നും വിറയാർന്ന ശബ്ദത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് കളിക്കളത്തിലെ എതിരാളികളുടെ തന്ത്രങ്ങളെക്കുറിച്ചും അവരുടെ ആക്രമണോത്സുകതയെക്കുറിച്ചും സംസാരിക്കവേ ലോക ഫുട്ബോളിലെ ആ മഹാമാന്ത്രികനെക്കുറിച്ച് സാക്ഷാൽ ലയണൽ മെസ്സിയെക്കുറിച്ച് വോസിൻഹ പറഞ്ഞ വാക്കുകൾ കായികലോകം ഒന്നടങ്കം നെഞ്ചിലേറ്റുന്നതായിരുന്നു. കണ്ണുകളിൽ നിറഞ്ഞ ആദരവോടെയും ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരിയോടെയും അദ്ദേഹം മെസ്സിയെക്കുറിച്ച് വാചാലനായി. ഫുട്ബോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ വ്യക്തിയാണ് ലയണൽ മെസ്സിയെന്നും മൈതാനത്ത് അദ്ദേഹത്തിന്റെ ഓരോ ആശയങ്ങൾക്കും ഓരോ നീക്കങ്ങൾക്കും തന്ത്രങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ടെന്നും അത് മറ്റാർക്കും ഒരിക്കലും അനുകരിക്കാൻ കഴിയാത്തത്ര സവിശേഷമാണെന്നും വോസിൻഹ തുറന്നു സമ്മതിച്ചു. ലോകത്ത് മറ്റൊരു കളിക്കാരനെയും മെസ്സിയുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല, കാരണം അദ്ദേഹം ഫുട്ബോൾ എന്ന കളിയുടെ മറ്റൊരു തലത്തിലാണ് ജീവിക്കുന്നത് എന്നു പറഞ്ഞ ഈ 40-കാരൻ സത്യം പറഞ്ഞാൽ താൻ മെസ്സിയുടെ ഏറ്റവും വലിയൊരു ആരാധകനാണെന്നും ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തി. ലോകകപ്പ് പോലൊരു വലിയ വേദിയിൽ ഇന്ന് മൈതാനത്ത് അദ്ദേഹത്തിനെതിരെ കളിക്കാനും ഒരു വശത്ത് അദ്ദേഹം എന്റെ വല കുലുക്കിയപ്പോൾ മറുവശത്ത് അദ്ദേഹത്തിന്റെ ചില മികച്ച ഷോട്ടുകളും മാന്ത്രിക നീക്കങ്ങളും പോസ്റ്റിന് കീഴിൽ നിന്ന് തടഞ്ഞു നിർത്താനും കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെയും കരിയറിലെയും ഏറ്റവും വലിയ അഭിമാന നിമിഷങ്ങളിലൊന്നായാണ് ഞാൻ കാണുന്നത് എന്ന് വോസിൻഹ പറഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർക്കിടയിൽ പോലും ഒരു നിമിഷം നിശബ്ദത പരന്നു. പന്തിൽ മെസ്സിയുടെ ഓരോ സ്പർശനവും എത്രത്തോളം അപകടകരമാണെന്ന് അദ്ദേഹത്തിന് നേർക്കുനേർ നിൽക്കുന്ന എനിക്ക് വളരെ വ്യക്തമായി അനുഭവിക്കാൻ കഴിയുമായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ പാസുകളുടെയും ഷോട്ടുകളുടെയും ഗതി മുൻകൂട്ടി കാണുക എന്നത് ലോകത്തെ ഏതൊരു ഗോൾ കീപ്പർക്കും അസാധ്യമായ കാര്യമാണെന്നും ഈ വെറ്ററൻ താരം കൂട്ടിച്ചേർത്തു. അർജന്റീനയുടെ അതിശക്തമായ ആക്രമണനിരയെ ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്തി ഫുട്ബോൾ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച വോസിൻഹയുടെ ഈ ഹൃദയസ്പർശിയായ വാക്കുകൾ കേവലം ഒരു പരാജയപ്പെട്ട ടീമിന്റെ ഗോൾ കീപ്പർ നടത്തുന്ന പോസ്റ്റ് മാച്ച് പ്രതികരണമായിരുന്നില്ല, മറിച്ച് തളരാത്ത പോരാട്ടവീര്യം കൈമുതലുള്ള ഒരു യഥാർത്ഥ പോരാളി ഫുട്ബോൾ ലോകത്തെ മറ്റൊരു മഹാ ഇതിഹാസത്തിന് നൽകുന്ന ഏറ്റവും മഹത്തായതും വികാരഭരിതവുമായ ആദരവായിരുന്നു. ലോകകപ്പ് വേദിയിൽ പ്രായം വെറുമൊരക്കമാണെന്ന് തന്റെ അമാനുഷികമായ പ്രകടനങ്ങളിലൂടെ തെളിയിച്ച് ഈ 40-കാരൻ തീർത്ത വിസ്മയങ്ങളെക്കുറിച്ചും ലയണൽ മെസ്സിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഈ ഹൃദ്യമായ വാക്കുകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചിന്തകളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒപ്പം കായിക ലോകത്തെയും ഫുട്ബോൾ മൈതാനത്തെയും ഈ ആവേശകരമായ വിശേഷം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കാൽപന്തിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നമ്മൾ ഫുട്ബോൾ ആരാധകർക്കായി ഒരുക്കിയിട്ടുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലോകകപ്പിലെ കൂടുതൽ മികച്ച കളിയറിവുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.